ഹായ് ഹലോ എല്ലാവർക്കും ത്രെഡ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഈ വീഡിയോയിൽ പഠിക്കാനുള്ളത് കൗച്ചിങ് സ്റ്റിച്ചാണ് കേട്ടോ. അപ്പോൾ കൗച്ചിങ് സ്റ്റിച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹെറിൻ ബോൺ സ്റ്റിച്ച് കണ്ടു, അതുപോലെ തന്നെ ഡബിൾ ഹെറിൻ ബോൺ സ്റ്റിച്ച് കണ്ടു. അപ്പോൾ ഇന്നത്തേന്ന് പറയുന്നത് കൗച്ചിങ് സ്റ്റിച്ചാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു സ്റ്റിച്ചാണ് കേട്ടോ കൗച്ചിങ് സ്റ്റിച്ച്. അപ്പോൾ ഇതിന് 2 കളർ നൂല് വേണം ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട്. ആദ്യത്തെ ഒരു നൂലെന്ന് പറയുന്നത് അത് 6 ഇഴ നൂലാണ് വേണ്ടത്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു വയലറ്റ് കളർ നൂലെടുത്തിട്ടുണ്ട്. 6 ഇഴ നൂലാണ് എടുത്തിരിക്കുന്നത്. അത് ഇപ്പോൾ ഈ സ്റ്റിച്ച് ബോർഡിൽ ആദ്യമേ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ താഴെ നിന്ന് സൂചി മുകളിലേക്ക് കുത്തിയെടുത്തു. അതിന് ശേഷം ഈ സൂചി അടുത്തത് നമ്മൾ കുത്തി താഴ്ത്തേണ്ടത് ഈ ഞാൻ ഈ വരച്ചിട്ടുള്ള വരയുടെ ലാസ്റ്റ് എൻഡ് പാർട്ടിലേക്കാണ്, എൻഡ് പോർഷനിലാണ്. അപ്പോൾ ഞാനത് അവിടേക്ക് ഈ സൂചി താഴേക്ക് കുത്തി ഇറക്കുവാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആ ഒരു കളർ നൂല് കൊണ്ടുള്ള ആവശ്യമെന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് കുത്തി താഴ്ത്തിയ ശേഷം സൂചി ഊരിയെടുക്കാം. അതിനുശേഷം നൂല് കെട്ടിടണ്ട, അത് നമുക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് കെട്ടിട്ടാൽ മതി. അപ്പം നൂല് നല്ല ഫ്രീ ആയിട്ട് തന്നെ താഴത്തേക്ക് ഇട്ടേക്കുക. ഇനി അടുത്ത വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ഇഴ നൂലാണ് കേട്ടോ വേണ്ടത്. ആദ്യത്തേന് 6 ഇഴ നൂലെടുത്തു. അടുത്ത വർക്കിനായിട്ട് കൗച്ചിങ് സ്റ്റിച്ചിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 3 ഇഴ നൂലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു വൈറ്റ് കളർ നൂലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു എൻഡ് കെട്ടിയിട്ടിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് നമുക്ക് കൗച്ചിങ് സ്റ്റിച്ച് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ നമ്മൾ 6 ഇഴ നൂല് കുത്തിയെടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ തുടക്കത്തിലല്ല, ഒരല്പം മുന്നോട്ട് മാറിയിട്ട് ഈ വൈറ്റ് കളർ നൂല് താഴെ നിന്ന് മുകളിലേക്ക് കുത്തിയെടുക്കുക. അടുത്തത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ആദ്യം ചെയ്തിരിക്കുന്ന ആ നൂലിനെ നമ്മൾ കവർ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. താഴെ നിന്ന് കുത്തിയെടുത്ത ശേഷം അതിന് കവർ ചെയ്ത് കുത്തി നമ്മൾ കവർ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ 2 തവണ കവർ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിനെയാണ് കൗച്ചിങ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ തുല്യ ഡിസ്റ്റൻസിലായിരിക്കണം കൗച്ചിങ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഒന്ന് ചെറുതായിട്ടും അടുത്തതായിട്ട് കവർ ചെയ്യേണ്ടത് അല്പം വലുതായിട്ടും ആയിരിക്കരുത്. ആദ്യമേ എത്ര ഡിസ്റ്റൻസിലാണോ നമ്മൾ കവർ ചെയ്തിട്ടുള്ളത്, രണ്ടാമത് കവർ ചെയ്യുമ്പോഴും ഒരേ അകലം തന്നെ ആയിരിക്കണം. എന്നാലാണ് ആ ഒരു വർക്കിന് നല്ലൊരു ഭംഗി വരികയുള്ളൂ കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ നൂലിൻ്റെ കോൺട്രാസ്റ്റ് കളർ നൂലെടുക്കാനായിട്ടും ശ്രദ്ധിക്കുക. ഈ കൗച്ചിങ് സ്റ്റിച്ച് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് നമുക്ക് ഡിസൈൻസ് വരയ്ക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ പകർത്താൻ പറ്റാത്ത തരത്തിലുള്ള തുണികളിലാണ് ഈ കൗച്ചിങ് സ്റ്റിച്ച് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡിസൈൻ വരയ്ക്കണമെന്നില്ല, വരച്ചില്ലേലും നമുക്ക് ഈ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ വളരെ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ ഡിസൈൻ്റെ ആവശ്യമില്ലാത്തതുമായിട്ട് ഒരു ഹാൻഡ് എംബ്രോയ്ഡറി വർക്കാണ് കൗച്ചിങ് സ്റ്റിച്ച്. ആകെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ കവർ ചെയ്യുന്ന ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് തുല്യമായിരിക്കണം. ഒരുപാട് ചെറുതുമായിരിക്കരുത്, ഒരുപാട് വലുതുമായിരിക്കരുത്. അത്ര മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. പിന്നെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ സ്ട്രെയിറ്റ് ഒരു നൂല് കുത്തിയെടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ കവർ ചെയ്യുന്ന സമയത്ത് ആ നൂലേൽ തട്ടി നൂല് വലിഞ്ഞു പോവാതെ ഒന്ന് നോക്കുക കേട്ടോ. അത് അങ്ങനെ ആയിട്ട് വരില്ല, പക്ഷേ എന്താ ചെയ്യുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ച് തന്നെ ഒന്ന് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വർക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇപ്പോൾ ഇവിടെ സ്റ്റിച്ച് ബോർഡിൽ ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് താഴെ നൂല് കെട്ടിട്ട് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ആദ്യം 6 ഇഴ നൂല് നമുക്ക് കെട്ടിടാം. അപ്പോൾ അത് 6 ഇഴ ആയതുകൊണ്ട് അഴിഞ്ഞൊന്നും പോവില്ല, എന്നാലും ഒരു കെട്ടിൻ്റെ ആവശ്യമാണ് വരുന്നുള്ളൂ. അപ്പോൾ അതവിടെ നൂല് കെട്ടിട്ട് ഉറപ്പിക്കാം, 2 നൂലും കെട്ടിട്ട് ഉറപ്പിക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ താഴെ ഭാഗം ഇങ്ങനെ ഇരിക്കും. നമ്മൾ ആദ്യം ചെയ്തിരിക്കുന്ന ആ വയലറ്റ് കളർ നൂല് ആകെ സ്റ്റാർട്ടിങ്ങിലും അതുപോലെ തന്നെ എൻഡ് പാർട്ടിലും മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. പിന്നെ കാണുന്നത് ആ കവർ ചെയ്തിരിക്കുന്ന ആ നൂലിൻ്റെ പാർട്ട് മാത്രമാണ് താഴെ ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ.
അപ്പോൾ ഇതാണ് കൗച്ചിങ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. വളരെ എളുപ്പം തന്നെ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാവുന്ന ഒരു ഹാൻഡ് എംബ്രോയ്ഡറി വർക്കാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് തന്നെ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഒട്ടും അതിനൊരു സമയം എടുക്കുന്നതില്ല. നമ്മളൊന്നാതെ കവർ ചെയ്യേണ്ട ഒരു സമയം മാത്രമാണ് ഇതിന് വരുന്നുള്ളൂ. ഒരു മോട്ടിഫിൽ ഒരു പടം നമുക്കെങ്ങനെ ഈ കൗച്ചിങ് സ്റ്റിച്ച് ഉപയോഗിച്ച് കംപ്ലീറ്റ് ആക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വളരെ സിമ്പിളായിട്ടൊരു പിക്ചറായിട്ടാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാനൊരു ലീഫിൻ്റെ പടം ഞാനിവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് കൗച്ചിങ് സ്റ്റിച്ച് ഉപയോഗിച്ച് കംപ്ലീറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 6 നൂലായിട്ട് ഗ്രീൻ കളർ നൂലാണ് എടുത്തിട്ടുള്ളത്. ഒരു ലീഫാണല്ലോ വരച്ചിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഗ്രീൻ കളർ നൂലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ നിന്ന് ഞാൻ താഴത്തെ ഭാഗമാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ സൂചി താഴെ നിന്ന് മുകളിലേക്ക് കുത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ ആ ലീഫിൻ്റെ ഒരു തണ്ടുണ്ടല്ലോ, അപ്പോൾ ആ തണ്ട് പോർഷനാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ താഴെ നിന്ന് കുത്തിയെടുത്ത് മുകളിലേക്ക് താഴെ കുത്തി ഇറക്കിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ നൂല് കെട്ടിയിട്ടിട്ടില്ല, നൂല് താഴേക്ക് തന്നെ ഇട്ടേക്കുവാണ്. പിന്നെ അത് കൗച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വൈറ്റ് കളർ നൂലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വൈറ്റ് കളർ എടുത്ത് നമുക്ക് ചെയ്യാം. അപ്പോൾ വൈറ്റ് കളർ നൂല് ഒരല്പം ഫ്രണ്ടിലേക്ക് മാറ്റി താഴെ നിന്ന് മുകളിലേക്ക് കുത്തിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിനെ കവർ ചെയ്ത് 2 തവണ നമ്മൾ കവർ ചെയ്തെടുത്തു. അപ്പോൾ ഈ പച്ച കളർ നൂല് താഴെ കെട്ടിട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ആ ഒരു ഡിസൈൻ്റെ അല്ലെങ്കിൽ ഏതൊരു ഇതിലാണ് വേണ്ടതെന്നുള്ള രീതിയിൽ അനുസരിച്ച് ആ പച്ച കളർ നൂല് നമ്മൾ ഷേപ്പ് അനുസരിച്ച് മാറ്റി കൊടുത്ത് നമുക്ക് കവർ ചെയ്ത് പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ വലിക്കുമ്പം ആ ഒരു സ്റ്റെമ്മിൻ്റെ അല്ലെങ്കിൽ ആ ഒരു തണ്ടിൻ്റെ ആ ഒരു കർവ് ഷേപ്പ് വരില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ആ കർവ് ഷേപ്പിലേക്ക് ആ പച്ച കളർ നൂല് ആ ഷേപ്പിലേക്ക് മാറ്റി ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ വർക്ക് ഇപ്പോൾ ചെയ്യുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക കേട്ടോ. നേരെ കുത്തി വരയ്ക്കുമ്പം ആ സ്റ്റെമ്മ് അല്ലെങ്കിൽ ആ തണ്ട് നേരെ വരയിലാണ് വരുള്ളൂ. ഇപ്പം അങ്ങനെയല്ല നമുക്ക് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു കർവ് ഷേപ്പിലേക്ക് മാറ്റി കൊടുത്താണ് കവർ ചെയ്ത് പോണത്. കണ്ടോ? അപ്പോൾ ഈ രീതിയിൽ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു ലീഫിൻ്റെ അതിൻ്റെ തണ്ട് ഭാഗം കംപ്ലീറ്റായി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം പച്ച കളർ നൂല് താഴേക്ക് കുത്തി ഇറക്കി ഇട്ടിട്ടുണ്ടല്ലോ. ഇനി അവിടെ നിന്നും ആ ലീഫ് വരച്ചിരിക്കുന്നതിൻ്റെ മുകൾ ഭാഗത്തേക്ക് അവിടെ നിന്നും സൂചി മുകളിലേക്ക് കുത്തിയെടുത്തതിന് ശേഷം മുകൾ ഭാഗത്തെ ആ പോയിൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തേക്ക് കുത്തി ഇറക്കുക. ഇപ്പോൾ നിങ്ങൾ അത്രയും ഭാഗത്തേക്ക് ഇറക്കിയില്ല എങ്കിലും ആ ലീഫിൻ്റെ ഒരു പകുതിക്ക് വേണമെങ്കിലും വന്ന് നമുക്ക് താഴത്തേക്ക് ഇറക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിപ്പം അവിടെ നിന്നും ആ മുകൾ ഭാഗം വരെ കുത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യുമ്പം കെട്ടുകൂടാതേക്ക് ഒന്ന് നോക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ലീഫിൻ്റെ അടുത്ത ഭാഗം ചെയ്യാനായിട്ട് മുകളിൽ നിന്നും താഴേക്കാണ് ഞാൻ പച്ച നൂല് താഴേക്ക് കുത്തി ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ലീഫിൻ്റെ 2 ഭാഗവും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്, ഇനി ആ നൂല് ചുളുക്കൊന്നും കൂടാതെ പച്ച കളർ നൂല് വേറെ ചുളുക്കൊന്നും കൂടാത്ത രീതിയിൽ താഴെ വലിച്ചെടുത്തിട്ട് ഒന്ന് ടൈറ്റാക്കി വലിക്കുക. അതിനുശേഷം താഴെ കെട്ടിടുക. അതുപോലെ തന്നെ വൈറ്റ് കളർ നൂലും താഴെ കെട്ടിട്ട് സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റിച്ച് ബോർഡിലെ കൗച്ചിങ് സ്റ്റിച്ച്. ഇത് ഞാൻ വേറെ ചെയ്തിട്ടുള്ള ഒരു കൗച്ചിങ് സ്റ്റിച്ച് ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ സ്റ്റെമ്മും അതുപോലെ തന്നെ പാത്രം പോട്ടും എല്ലാം ഞാൻ കൗച്ചിങ് സ്റ്റിച്ചിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ അടുത്ത ഒരു പുതിയ ക്ലാസ്സുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.